ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ MT-CSRലെ ഫോർത്ത് മൊഡ്യൂളായിട്ടുള്ള ലീഡർഷിപ്പ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ എന്താണ് കണ്ടിൻജൻസ് ലീഡർഷിപ്പ് തിയറി എന്ന് പറഞ്ഞാൽ, അതായത് ഒരു കമ്പനിയിലോട്ട് എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ഒരേ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരേ ലീഡർഷിപ്പ് സ്റ്റൈൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പല സിറ്റുവേഷനും പല ലീഡർഷിപ്പ് സ്റ്റൈലും അതുപോലെ തന്നെ പല തിയറികളാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ കണ്ടിൻജൻസ് തിയറീൻ്റെ കുറച്ച് ലീഡർഷിപ്പ് സ്റ്റൈലുകൾ ഏതൊക്കെയാണെന്ന് പറയണത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിറ്റ്ലർ കണ്ടിൻജൻസി മോഡൽ ഉണ്ട്. അതിൻ്റെ സിറ്റുവേഷണൽ മോഡൽ തന്നെയാണ് അതിനെ പറയണത്. അതായത് എല്ലാ ടൈമിലും നമുക്ക് സെയിം ആയിട്ടുള്ള സ്റ്റൈലുകളും അതുപോലെ തന്നെ തിയറീസും യൂസ് ചെയ്യാൻ പാടില്ല. ഓരോ സിറ്റുവേഷൻ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ഓരോ ലീഡർഷിപ്പ് സ്റ്റൈലുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൽ പറയുന്ന കുറച്ച് ലീഡർഷിപ്പ് സ്റ്റൈലുകളാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലീഡർഷിപ്പ് സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ അത് രണ്ട് രീതിയിലോട്ടുണ്ട്. ഫസ്റ്റ് വൺ ടാസ്ക് ഓറിയൻറ്റഡ് ലീഡർഷിപ്പ്. അപ്പോൾ ടാസ്ക് ഓറിയൻറ്റഡ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഒരു ലീഡേഴ്സ് എന്താണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത് അല്ലെങ്കിൽ കൺസേൺ ചെയ്യണത്, അവിടെ ആ ഒരു കമ്പനിയിലുള്ള ടാസ്ക് പെട്ടെന്ന് ഗോള് നമുക്ക് നേടിയെടുക്കുക, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുക. പെട്ടെന്ന് അതിന് വേണ്ടിയിട്ട് എംപ്ലോയീസ് അവിടെ ഒരു മെഷീൻ ആണെങ്കിൽ പോലും ദേവർ നെവർ കൺസിഡർ. അവർ കൂടുതൽ കൺസേൺ ചെയ്യണത് അവിടുത്തെ ടാസ്ക്, അവിടുത്തെ ഗോള് ഫുൾഫിൽ ആവുക എന്നുള്ളത് മാത്രമാണ്. രണ്ടാമത് ഹ്യൂമൻ റിലേഷൻ ഓറിയൻറ്റഡ്. ഹ്യൂമൻ റിലേഷൻ ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള എംപ്ലോയീസിനെ അവർ കൺസിഡർ ചെയ്യും. അതായത് അവരുടെ ടാസ്കുകളൊക്കെ കുറച്ച് അവർ നേടിയെടുക്കുന്നത് കുറഞ്ഞാൽ പോലും അവിടുത്തെ എംപ്ലോയീസിനെ അവർ കൺസിഡർ ചെയ്യുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ, അവരുടെ ഇമോഷണലും സിമ്പതിയിലേക്ക് അവർ എന്ത് ചെയ്യുന്നു, പങ്കുചേരുന്നു. കുറച്ച് ഫ്രണ്ട്ലി ആയിക്കൊണ്ട് സ്ട്രിക്റ്റൊക്കെ കുറച്ചുകൊണ്ട് അവരുടെ ഇമോഷൻസൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലോട്ടുള്ള ഒരു ലീഡർ ആയിക്കൊണ്ട് മാറാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വണ്ണിലെ ലീഡർഷിപ്പ് സ്റ്റൈലിൽ വരുന്ന 2 പോയിൻറ്റ്സ്. അതുപോലെ തന്നെ ഫെറ്റ്ലർ കണ്ടിൻജൻസി മോഡിൽ വരുന്ന രണ്ടാമത്തെ സ്റ്റൈലാണ് സിറ്റുവേഷണൽ വേരിയബിൾ. അപ്പോൾ അതിൽ വരുന്നത് ലീഡർ പൊസിഷൻ പവർ. അതായത് ഓരോ ലീഡേഴ്സിനും അല്ലെങ്കിൽ ഓരോ മെമ്പേഴ്സിനും ഒരു പൊസിഷൻ ഉണ്ടാകും. അപ്പോൾ ആ ഒരു പൊസിഷൻ്റെ ബേസിലായിരിക്കും അവർ എന്ത് ചെയ്യുക, ആ ഒരു ഓർഗനൈസേഷനിൽ ഓരോ കാര്യങ്ങൾ നേതൃത്വം വഹിക്കുന്നത്. രണ്ടാമത് ടാസ്ക് സ്ട്രക്ചർ. അതായത് ഒരു ലീഡർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലീഡർ ഒരു മെമ്പർ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വർക്ക് എന്താണ്, അവരുടെ ടാസ്ക് എന്താണ്, അവരുടെ എയിം അല്ലെങ്കിൽ ഗോള് എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും മനസ്സിലാവാതെ ആ ഒരു വർക്ക് ചെയ്യാൻ ആരംഭിക്കരുത്. ആ ഒരു വർക്ക് എന്താണ്, ഇതിൻ്റെ സ്ട്രക്ചർ എന്താണ്, ടാസ്ക് എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഈ ഒരു ടാസ്ക്, ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമത് ലീഡർ മെമ്പർ റിലേഷൻ. അതായത് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ലീഡറും ആ ലീഡറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന മെമ്പേഴ്സും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു വർക്ക് നല്ല രീതിയിലോട്ട് ഫുൾഫിൽ ആയി പോവുള്ളൂ. ഇപ്പോൾ ഈ ഒരു ലീഡർ എന്ന് പറയുന്ന വ്യക്തി എംപ്ലോയീസിനോട് നല്ല സ്വഭാവത്തിലില്ല എന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ഷനോട് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഒരു കോർഡിനേഷൻ ഇല്ലാത്തത് കാരണം അവിടെ പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. പക്ഷേ ലീഡേഴ്സും എംപ്ലോയീസും നല്ല കോർഡിനേഷനിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു പ്രൊഡക്ഷനൊക്കെ ഉണ്ടായി വരുന്നു. അപ്പോൾ ഇതാണ് ഫിഡ്ലർ കോണ്ടിൻജൻസി മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോണ്ടിൻജൻസി തിയറിയിലെ രണ്ടാമതാണ് പാത്ത് ഗോൾ തിയറി. അതായത് ഇവിടെ ഈ ലീഡേഴ്സ് എന്ന് പറയുന്നത് ഒരു വഴി കാണിച്ചു കൊണ്ട് അവർക്ക് ഒരു എംപ്ലോയീസിൻ്റെ ഗോളുകൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരു വഴി കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വഴിയിലുള്ള തടസ്സങ്ങളെ മാറ്റി കൊടുക്കുക. അതാണ് പാത്ത് ഗോൾ തിയറി എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ലീഡേഴ്സ് എന്ന് പറയുന്നത് എംപ്ലോയീസിനോട് ഭയങ്കര ഇമോഷണലി സപ്പോർട്ടീവൊക്കെ ആയിട്ടുള്ള കുറച്ച് നല്ലൊരു സപ്പോർട്ടീവും ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ അവരെ കെയർ ചെയ്യുന്നതും മോട്ടിവേഷൻ ചെയ്യുന്ന തരം ലീഡേഴ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഈ ഒരു എംപ്ലോയീസിന് ഓരോ ഗോൾസ് കൊടുക്കുന്ന സമയത്ത് അവരുടെ പാത്തുകൾ, അതായത് അവർ ചെയ്യുന്ന രീതി ചെക്ക് ചെയ്തിട്ട് അതിലെന്തെങ്കിലും എറർ ഉണ്ടോ, എന്തെങ്കിലും റോങ് ഉണ്ടോ എന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് അത് ശരിയാക്കി കൊടുത്ത് അവരുടെ ആ ഒരു വഴിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി കൊടുത്ത് അവിടെ നേരായ ഗോളിലേക്ക് എത്തിക്കുകയാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ലീഡർഷിപ്പ് സ്റ്റൈൽ ഉണ്ട്. ഫസ്റ്റ് വൺ ഡയറക്റ്റീവ്. അതായത് ഒരു എംപ്ലോയി ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും തെറ്റോ
ഫെയിലിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും എററോ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കി കൊടുക്കുന്ന ഒരു തരം ലീഡർഷിപ്പ് ഉണ്ട്. രണ്ടാമത് സപ്പോർട്ടീവ്, അതായത് ഒരു എംപ്ലോയിനെ സപ്പോർട്ടീവായിട്ട് ഇമോഷണലി ആയിക്കാണ്ടും എല്ലാം കാരണം ഒരു ലീഡർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു തരം ലീഡർഷിപ്പ് സ്റ്റൈലുണ്ട്. മൂന്നാമത് പാർട്ടിസിപ്പേറ്റീവ്, അതായത് ഈ ഒരു ലീഡർ എന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ അവിടെ തീരുമാനിക്കുന്ന സമയത്തും അയാളുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എല്ലാ എംപ്ലോയീസിനെയും ആ ഒരു തീരുമാനങ്ങളിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവരിതിലോട്ട് പാർട്ടിസിപ്പേഷൻ ചെയ്തിട്ട് അവരെ എല്ലാ കാര്യങ്ങളും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യിപ്പിക്കുക, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പുറത്തെടുപ്പിക്കുക, അങ്ങനെ അവരെ എല്ലാ കാര്യങ്ങളിലും പാർട്ടിസിപ്പേറ്റീവ് ചെയ്യിപ്പിക്കുക. അതൊരു എഫക്റ്റീവായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ്. ദ ലാസ്റ്റ് വൺ ഈസ് അച്ചീവ്മെൻറ്റ് അറിയുമ്പോൾ ഈ ഒരു ലീഡർ എന്ത് ചെയ്യുന്നു, ചലഞ്ചിങ് ആയിട്ടുള്ള കുറേ ഗോളുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഗോളുകൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു എംപ്ലോയീസിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറേ ചലഞ്ചസ് ആയിട്ടുള്ള ഗോളുകൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എംപ്ലോയീസിൻ്റെ പവർ കൂടും, അവരുടെ ഇൻ്റലിജൻസും എല്ലാം കൂടും. അപ്പോൾ ഇതൊക്കെയാണ് എന്താ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലുകൾ. അതാണ് എന്ത് പാത്ത് ഗോൾ തിയറി. നെക്സ്റ്റ് ഹേഴ്സി ആൻഡ് ബ്ലാൻചേർഡ് തിയറിയാണ്. അതിൽ എന്താണ് പറയണത്, അതായത് ഒരു ലീഡർഷിപ്പ് സ്റ്റൈല് എന്തിനാണ് ആശ്രയിച്ചിരിക്കുന്നത്, ഒരു എംപ്ലോയിൻ്റെ എബിലിറ്റി പ്ലസ് വില്ലിങ്നെസ്സിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ലീഡർഷിപ്പ് സ്റ്റൈലുകളാണ് ടെല്ലിങ്. ഫസ്റ്റ് വൺ ടെല്ലിങ് എന്ന് പറയുമ്പോൾ ഒരു ലീഡർ പറയുന്ന കാര്യങ്ങൾ ആ ഒരു ജോബിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുക. ആ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിലോട്ട് പുതുതായിട്ടൊരു ജോലിക്ക് വരികയാണ്. ആ ഒരു സമയത്ത് നമ്മൾ എല്ലാ ജോലിയും കൂടിയും ആ ഒരു പുതുതായിട്ടുള്ള ഒരു എംപ്ലോയിക്ക് കൊടുക്കാൻ പാടില്ല, ഓരോ ഘട്ടമായിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ടെല്ലിങ്, ഒരു ലീഡർ എന്ന് പറയുന്നത് ആ ഒരു എംപ്ലോയിനെ നയിച്ചുകൊണ്ടിരിക്കും, അതായത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നയിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത് സെല്ലിങ് എന്ന് പറയുമ്പോൾ ആ ഒരു അദ്ദേഹം ചെയ്യാനുള്ള ആ ഒരു റോളിനെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കൽ. ഇവിടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നു, അതായത് ആ ഒരു എംപ്ലോയി എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ദെൻ തേർഡ് വൺ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ലീഡർ എന്ത് ചെയ്യുന്നു, അവരുടെ ടീം അംഗങ്ങളെയും എന്ത് ചെയ്യുന്നു, ആ ഒരു എംപ്ലോയീസിനെയും ഈ ഒരു ഡിസിഷനിലോട്ട് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നു. എന്നിട്ട് അവരുടെ തീരുമാനങ്ങളും അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നെക്സ്റ്റ് വൺ ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ലീഡർ എന്ത് ചെയ്യാണ്, അതായത് എല്ലാ ജോലികളും ഒരൊറ്റ എംപ്ലോയിനെ എന്ത് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു സീനിയർ ആയിട്ടുള്ളൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുക, എല്ലാവരുടെ ജോലികളും ചെയ്തു തീർക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു തിയറിയിലെ ലീഡർഷിപ്പ് സ്റ്റൈലുകളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ലീഡർഷിപ്പ് സ്റ്റൈൽസ്. അപ്പോൾ 3 രീതിയിലോട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓട്ടോക്രാറ്റിക് സ്റ്റൈല്. അപ്പോൾ ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറയുമ്പം ഇവിടെ ഒരു ഓർഗനൈസേഷനിലുള്ള മാനേജർ എന്ന് പറയുമ്പോൾ അവരുടെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനോട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പെരുമാറ്റമായിരിക്കും ഉണ്ടാവുക. അതായത് ഇവിടെ മാനേജർ ആയിരിക്കും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, അവിടെ ഒരു ഡിസിഷൻ മേക്കുന്നത് ഒറ്റയ്ക്ക് മാനേജർ ആയിരിക്കും, അവിടെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് മാനേജർ ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ എംപ്ലോയീസിനും അവരെന്ത് ജോലി ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്, അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു മാനേജർ ആയിരിക്കും ഏറ്റെടുക്കുക. അതുപോലെ തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാനേജറും എംപ്ലോയീസിനെ തീരെ കൺസിഡർ ചെയ്യില്ല. അവർ വളരെ തീരെ മോട്ടിവേഷൻ ഒന്നും കൊടുക്കാതെ പണിഷ്മെൻറ്റ് രൂപേണ ആയിരിക്കും എല്ലാ കാര്യങ്ങളും പറയുക. അപ്പോൾ ഈ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈല് 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റിക്. ഈ പേര് പോലെ തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓട്ടോക്രാറ്റിക്, ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാനേജറിൻ്റെ പെരുമാറ്റങ്ങളായിരിക്കും. അതായത് ഇവിടെ നെഗറ്റീവായിട്ട് ഒരു എംപ്ലോയിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് അവിടുത്തെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കുന്നത്. കാരണം നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അവരെ ചീത്ത പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുത്തുകൊണ്ടും വളരെ റൂഡായിട്ടുള്ള ബിഹേവിയർ കാഴ്ചവെച്ചുകൊണ്ടൊക്കെ ആയിരിക്കും അവർ ആ ഒരു എംപ്ലോയിനെ കൊണ്ട് ഈ ഒരു മാനേജർ കൊടുത്തിട്ടുള്ള ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യിപ്പിക്കാം. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളതും വളരെ നെഗറ്റീവ് മോട്ടിവേഷൻ, അതായത് മോട്ടിവേഷൻ ഒന്നും കൊടുക്കില്ല, പോസിറ്റീവായിട്ടുള്ള മോട്ടിവേഷൻ ഒന്നും കൊടുക്കില്ല, ഫുൾ പണിഷ്മെൻറ്റും ചീത്തകളും അങ്ങനെ പല നെഗറ്റീവായിട്ടുള്ള മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടൊക്കെ ആയിരിക്കും ആ ഒരു എംപ്ലോയിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു ഗോൾ അച്ചീവ് ചെയ്ത് ഇത്തരം മാനേജേഴ്സ് എടുക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിൽ രണ്ടാമതാണ് ബെനവലൻറ്റ് ഓട്ടോക്രാറ്റിക്.
ഇത് നേരെ തിരിച്ചിട്ടാണ്, ഇത് സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റിക്കിന് നേരെ തിരിച്ചിട്ടാണ് എന്ത് ബെനവലൻ്റ് വരുന്നത്. അതായത് ഇവിടെ പോസിറ്റീവായിട്ടുള്ള മോട്ടിവേഷനാണ് കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞത് നെഗറ്റീവ് മോട്ടിവേഷനാണ്. പക്ഷേ ഇവിടെ എന്താണ്, എംപ്ലോയീസിന് പോസിറ്റീവായിട്ടുള്ള മോട്ടിവേഷൻസ് കൊടുക്കും. ലൈക്ക് എങ്ങനത്തെ, ഇപ്പോൾ ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ ബോണസ് അല്ലെങ്കിൽ ഫ്രീ ടൈമുകൾ, ഇങ്ങനെ ഒരു എംപ്ലോയി ആഗ്രഹിക്കുന്ന നല്ലൊരു മോട്ടിവേഷൻ എന്തൊക്കെയാണോ ആ രീതിയിലോട്ടുള്ള മോട്ടിവേഷൻസ് ആയിരിക്കും ഇത്തരം മാനേജേഴ്സ് ഈ ഒരു എംപ്ലോയീസിന് കൊടുക്കുക. ഇങ്ങനെ അവർ ഓരോ ഗോൾസ് അച്ചീവ് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ബോണസുകൾ അല്ലെങ്കിൽ ഒരു ഫ്രീ ടൈം ഇങ്ങനെയൊക്കെ അവർ കൊടുക്കും. അതാണ് എന്ത് ഇത്തരം ഒരു സ്റ്റൈൽ, ബെനവലൻ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ. ഇവിടെ എന്താണ്, ഒരു മാനേജർ ഓൾറെഡി ആ ഒരു ഡിസിഷൻ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പക്ഷെ ഇവരെന്ത് ചെയ്യാണ്, എംപ്ലോയീസിനെ ഒരു ഡിസിഷൻ മേക്കിങ്ങിലോട്ട് അവർ പരിഗണിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവരെന്ത് ചെയ്യുന്നു, ഒരു ഡിസിഷൻ മേക്കിലോട്ട് പാർട്ടിസിപ്പേറ്റീവ് ചെയ്യുന്നു. എന്നാലോ ഈ ഒരു മാനേജർ ഓൾറെഡി ഡിസിഷൻസ് ഒക്കെ മേക്ക് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ എംപ്ലോയീസിനെ ഈ ഒരു മാനേജർ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് അവരൊന്ന് ഡിസിഷൻ മേക്കിലോട്ടൊന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രഹസനം കാഴ്ചവെക്കണം. അപ്പോൾ ഇതാണ് എന്ത് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റൈലാണ് ലൈസി ഫയറി ഓർ ഫ്രീ റൈന്. ഇവിടെ പറയുമ്പോൾ ഈ ഒരു ലീഡർ എന്ത് ചെയ്യുന്നു, ആ ഒരു കമ്പനിയിലുള്ള, അതായത് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള എല്ലാ പൂർണ്ണ സ്വാതന്ത്ര്യവും എംപ്ലോയീസിന് കൊടുത്തേക്കാണ്. ഇവിടെ ഈ ഒരു ലീഡർ എന്ന് പറയുന്നത് മൈനറാണ്, അതായത് അദ്ദേഹത്തിന് വളരെ ഒരു ജോലിയൊന്നുമില്ല. പക്ഷേ ഇയാൾ എന്ത് ചെയ്യുന്നു, ഓരോ എംപ്ലോയീസിനും ചെയ്യാനുള്ള ജോബുകൾ, റെസ്പോൺസിബിലിറ്റീസ് ഡിവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ഈ ലീഡർ സബോർഡിനേറ്റ്സിന്, അതായത് ആ ലീഡറിൻ്റെ കീഴിലുള്ള എംപ്ലോയീസിന് വിട്ടുകൊടുത്തേക്കാണ്. അപ്പോൾ വളരെ ഫ്രീ ആണ്. അതാണ് എന്ത് ലൈസി ഫെയർ എന്നുള്ള ആ ഒരു സ്റ്റൈലിനെ പറ്റി പറയുന്നത്. നെക്സ്റ്റ് ഡെമോക്രാറ്റിക് ഓർ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈല്. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ലീഡർ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എംപ്ലോയീസിനെ ഒരു ഡിസിഷൻ മേക്കിങ്ങിലോട്ടും അതുപോലെ തന്നെ ജോബ്സൊക്കെ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഡിവൈഡ് ചെയ്യുന്ന ആ രീതിയിലോട്ടൊക്കെ എന്ത് ചെയ്യുന്നു, പാർട്ടിസിപ്പേറ്റീവ് ചെയ്യിക്കുന്നു. അതായത് എംപ്ലോയീസിനെ എന്തിനു ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്താണ്, അവർക്ക് ഇൻ്റലിജൻസും ഒരു കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ അറിവുകൾ, കൂടുതൽ ഒരു വിവരം കിട്ടും. അതാണ് എന്ത് ഡെമോക്രാറ്റിക് ഓർ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈല്. പിന്നെ രണ്ടൊരു എക്സ്ട്രാ സ്റ്റൈലും കൂടി ഉണ്ട്, അതുപോലെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് നാലാമതായിട്ട് വരുന്നത് പാറ്റേണലിസ്റ്റിക് സ്റ്റൈല്. അതായത് ഇവിടെ ഒരു ഫാമിലിയിൽ ഒരു ഫാദർ എങ്ങനെയാണ് അതിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ നോക്കുന്നത്, അതുപോലെ ആയിരിക്കും എന്തോ ഒരു ലീഡർ അയാളുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സിനെ നോക്കുക എന്നാണ് പറയുന്നത്. അതായത് മേ ബി ഗൈഡൻസ് കൊടുത്തുകൊണ്ടും അവർക്ക് ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പാത്തുകൾ ഫുള്ള് ക്ലിയർ ചെയ്തുകൊണ്ടും അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തുകൊണ്ടൊക്കെയാണ് ആ ഒരു ലീഡർ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സിനെ നയിച്ചുകൊണ്ട് പോവുക. അതാണ് പാറ്റേണലിസ്റ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ കരിസ്മറ്റിക് സ്റ്റൈല്. ഇവിടെ എന്താണ്, ഒരു ലീഡറിൻ്റെ സ്റ്റൈല് കണ്ടിട്ട്, അതായത് ഒരു ലീഡറിൻ്റെ പേഴ്സണാലിറ്റി കണ്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു എംപ്ലോയീസ് അട്രാക്റ്റ് ആവുന്നു. ഇപ്പോൾ അവിടെ ഈ ഒരു ലീഡറിൻ്റെ പവർ കണ്ടിട്ടോ അല്ലെങ്കിൽ അതോറിറ്റി കണ്ടിട്ടോ, അയാളുടെ പവർ, സ്ഥാനം, ഇതൊന്നും കണ്ടിട്ടില്ല എംപ്ലോയീസ് ആ ഒരു ലീഡറിനോട് അട്രാക്റ്റീവ് ആവണത്. മറിച്ച് ആ ഒരു ലീഡറിൻ്റെ പേഴ്സണാലിറ്റി, അയാളുടെ ക്യാരക്ടർ, അയാളുടെ ബിഹേവിയർ, അയാളുടെ സ്വഭാവ സവിശേഷത, ഇതൊക്കെ കണ്ടിട്ടായിരിക്കും ഒരു എംപ്ലോയി ആ ഒരു ലീഡറിനോട് അട്രാക്റ്റീവ് ആവണത്. അപ്പോൾ ഇതാണ് കരിസ്മറ്റിക് സ്റ്റൈല്. അപ്പോൾ ഈ ഒരു 5 സ്റ്റൈലോട് കൂടി നമ്മുടെ ലീഡർഷിപ്പ് സ്റ്റൈല് ഫുള്ളായി. നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ലീഡർ മെമ്പർ എക്സ്ചേഞ്ച്, അതായത് LMX തിയറി. അപ്പോൾ ഈ ഒരു ലീഡർ മെമ്പർ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കമ്പനിയിലുള്ള ലീഡർ ഉണ്ടാകും, അതുപോലെ തന്നെ മെമ്പേഴ്സ് ഉണ്ടാകും. ഇവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ക്വാളിറ്റീനെ, ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ക്വാളിറ്റി അവരുടെ ആ ഒരു എംപ്ലോയീസിൻ്റെ, അതായത് മെമ്പേഴ്സിൻ്റെ പെർഫോമൻസിനെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ലീഡർ ആ ഒരു മെമ്പറിനോട് നല്ല സ്വഭാവത്തിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു മെമ്പറിന് ആ ഒരു ലീഡറിനോടുള്ള കണക്ഷൻ വെച്ചിട്ട് നല്ല രീതിക്ക് പെർഫോമൻസ് ചെയ്യും. മറിച്ച് അയാളുടെ സ്വഭാവം ഒരു നെഗറ്റീവ് മോട്ടിവേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു എംപ്ലോയിൻ്റെ പെർഫോമൻസ് അതിനനുസരിച്ച് കുറയുകയും ചെയ്യും. അപ്പോൾ ഈ തിയറി എന്ന് പറയുന്നത് ഇവിടെ ടാസ്കിൻ്റെ രൂപേണ അല്ല മെമ്പേഴ്സിനോടുള്ള ആ ഒരു
ഒരു സ്വഭാവം, അവരോടുള്ള സ്വഭാവം പ്രകടിപ്പിക്കുന്നത്. മറിച്ച് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു റിലേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു എംപ്ലോയിക്ക് ഇപ്പോൾ കുറച്ച് കൂട്ടം മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചില വ്യക്തികളെ പേഴ്സണലി ഇഷ്ടപ്പെടും, ചില വ്യക്തികളെ അങ്ങനെ ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ ഇഷ്ടപ്പെടുന്ന മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസിൽ ഒരു ഹൈ ലെവൽ പെർഫോമൻസും ആയിരിക്കും. എന്നാൽ ഇഷ്ടപ്പെടാത്ത മെമ്പേഴ്സിൻ്റെ പെർഫോമൻസ് ഒരു ലോ ലെവലും ആയിരിക്കണം കിട്ടുക. അപ്പോൾ ഈ ഒരു ലീഡറിൻ്റെ സ്വഭാവം, അത് ഈ ലീഡർക്ക് നമ്മൾ പറഞ്ഞു അയാൾക്ക് എന്താണ് ചില മെമ്പേഴ്സിനെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ, ഒരു ഇഷ്ടം തോന്നും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പോസിറ്റീവ് ഫോളോവേഴ്സ് ഔട്ട്കം ഉണ്ട്. ആ ഒരു പോസിറ്റീവ് ഫോളോവേഴ്സ് ഔട്ട്കം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അതായത് ഈ ഒരു ലീഡർ ആ ഒരു എംപ്ലോയീസിനോട് സ്നേഹം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അട്രാക്ഷൻ കാണിക്കുമ്പോൾ ഈ ഒരു എംപ്ലോയീസിന് ജോബ് സാറ്റിസ്ഫാക്ഷൻ, കാരണം തൻ്റെ മേലധികാരി തന്നോട് നല്ല സ്വഭാവത്തിലാണ് പെരുമാറണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. രണ്ടാമത്തെ ഔട്ട്കം എന്ന് പറയുന്നത് പെർഫോമൻസ് ആണ്. അതായത് ആ ഒരു എംപ്ലോയി ആ ഒരു കമ്പനിയിൽ കാഴ്ചവെക്കുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് നല്ലൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള നല്ല പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലോട്ടായിരിക്കും. നെക്സ്റ്റ് കമ്മിറ്റ്മെൻറ്റ് പറയുമ്പോൾ ആ ഒരു ഓർഗനൈസേഷനുമായി ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. കാരണം അയാൾക്ക് അദ്ദേഹത്തിന് നല്ല സാലറി കിട്ടുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ലീഡർ നല്ല സ്വഭാവത്തിലാണ് പെരുമാറുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അയാൾക്ക് ആ ഒരു ഓർഗനൈസേഷനിൽ ഇറങ്ങിപ്പോവാൻ, ജോബ് റിസൈൻ ചെയ്ത് പോകാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അതൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കും. നെക്സ്റ്റ് ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ. അതായത് ഒരു ഓർഗനൈസേഷനിലോട്ട് പുതിയൊരു എംപ്ലോയി വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എംപ്ലോയി തൻ്റെ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു, ആ ഒരു എംപ്ലോയിനെ പഠിപ്പിക്കാനുള്ള ടൈമുകളും അയാൾ ഏറ്റെടുക്കുന്നുണ്ട്. അതായത് എക്സ്ട്രാ വർക്ക് ചെയ്യാനും അയാൾ തൃപ്തനാണ്. അപ്പോൾ ഇതാണ് എന്തൊരു പോസിറ്റീവ് ഫോളോവർ ഔട്ട്കം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ ഒരു LMX തിയറിക്ക് 3 ബേസിക് റോൾസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ റോൾ ടേക്കിംഗ്. ഒന്നാമത്തെ റോളാണ് റോൾ ടേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റോൾ ടേക്കിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കമ്പനിയിലോട്ട് പുതിയൊരു എംപ്ലോയി ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, കുറേ റോളുകൾ കൊടുക്കുന്നു. അതായത് അദ്ദേഹം എങ്ങനെ ആ റോളിനെ ഫിനിഷ് ചെയ്യുന്നു, അദ്ദേഹം എങ്ങനെ ആ ഒരു റോളിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റോൾ എന്ന് പറയുന്നത് ഒരു റോളുകൾ കൊടുക്കുക. അങ്ങനെ ഒരു ഫ്രഷർ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ റോളുകളായിരിക്കും കൊടുക്കുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ആ ഒരു റോളിൽ നിന്ന് ഇയാൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. രണ്ടാമതാണ് റോൾ മേക്കിംഗ്. ഇവിടെ ഒരു ലീഡറും അതുപോലെ തന്നെ മെമ്പറും നല്ലൊരു റിലേഷൻഷിപ്പ് ക്വാളിറ്റി മേക്ക് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. അതായത് ആ ഒരു എംപ്ലോയി നല്ല രീതിയിലോട്ടുള്ള ഒരു വർക്ക് ഹോളിക് ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, ഓരോ വർക്കിലും അതുപോലെ തന്നെ ഓരോ ഡിസിഷനിലൊക്കെ ഈ ഒരു എംപ്ലോയിനെ അതിലോട്ട് ഉൾപ്പെടുത്തും, ഇൻവോൾവ് ചെയ്യിപ്പിക്കും. ദെൻ നെക്സ്റ്റ് റൂട്ടിനൈസേഷൻ. അത് പറയുമ്പോൾ ഇപ്പോൾ ഒരു ലീഡറും ഒരു മെമ്പറും നല്ലൊരു റിലേഷൻഷിപ്പിലാകുന്നു. അതായത് അവിടെ കൂടുതൽ വിശ്വാസങ്ങളും കൂടി വരുന്നു, അതുപോലെ തന്നെ അവരുടെ ആ ഒരു റിലേഷൻ മേക്ക് ചെയ്ത് വരികയാണ്. അപ്പോൾ അതാണ് ഈ 3 റോളുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അപ്പോൾ LMX തിയറി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എംപ്ലോയിൻ്റെ ടാസ്ക് അടിസ്ഥാനമാക്കിയിട്ടല്ല അവിടെ ഒരു റിലേഷൻ മേക്ക് ചെയ്ത് വരുന്നത്. മറിച്ച് ആ ഒരു എംപ്ലോയിയോടുള്ളൊരു ബന്ധം ബേസ് ചെയ്തിട്ടാണ് അവിടെ ഒരു ലീഡറിൻ്റെ പേഴ്സണാലിറ്റി അതുപോലെ തന്നെ അവരുടെ റിലേഷൻസൊക്കെ മേക്ക് ചെയ്യണത്. അപ്പോൾ ഇതാണ് ലീഡർ മെമ്പർ എക്സ്ചേഞ്ച് തിയറി. നെക്സ്റ്റ് ടോപ്പിക്കാണ് ടീം ലീഡർഷിപ്പ്. ടീം ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ലീഡറിൻ്റെ കീഴിലുള്ള എംപ്ലോയീസ് ഉണ്ടാക്കും. അപ്പോൾ ഒരു കൂട്ടം എംപ്ലോയീസും ഒരു ലീഡറും ഉള്ളതിന് ടീം എന്ന് പറയും. അപ്പോൾ ഈ ഒരു ടീം നല്ല രീതിയിലോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും ആ ഒരു ടീമിലുള്ള എംപ്ലോയീസിൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് ഒരു ഗോൾ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഗോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ പാത്തുകൾ ഈ ഒരു ലീഡർ ശരിയാക്കി കൊടുക്കുന്നു, അവർ അതിലോട്ട് നയിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതിനൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ടീം ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ടീമായിട്ട് എന്ത് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ശരിയാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിനാണ് ടീം ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് ലീഡർ ആൻഡ് കൾച്ചർ. അതായത് ഒരു ലീഡർ എഫക്റ്റീവ് ആവണത് എപ്പോഴാണ്, അത് പല പല കൾച്ചറിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഒരു ലീഡറിൻ്റെ എഫക്റ്റീവ്നെസ് ഉണ്ടാവുക. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലങ്ങളിൽ കൾച്ചർ വേറെ ആയിരിക്കും. അപ്പോൾ ചില സ്ഥലങ്ങളിലെ കൾച്ചർ പറയുമ്പോൾ ലീഡേഴ്സ്, അതായത് ഈ നല്ലൊരു കഴിവുള്ളവരൊക്കെ നല്ല ഹൈ പൊസിഷനിൽ അവിടെ ഹൈറാർച്ചി ലെവൽ നല്ല ഉണ്ടാകും. അപ്പോൾ എംപ്ലോയീസ് വളരെ താഴ്ന്നതായതുകൊണ്ട് അവിടെ
ലീഡേഴ്സ് എന്ത് പറയണോ അത് മാത്രം എന്ത് എംപ്ലോയീസ് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു ലീഡർഷിപ്പ് എഫക്റ്റീവ് വേറെ രീതിയിലോട്ടായിരിക്കും. വേറെ കൾച്ചർ എന്ന് പറയുമ്പോൾ അവിടെ ലീഡറിനും എംപ്ലോയീസിനും ഒരേപോലെ തുല്യമായിട്ടുള്ള പ്രാധാന്യം ഉണ്ടാകും. അപ്പോൾ അവിടുത്തെ ഒരു എഫക്റ്റീവ് എന്ന് പറയുന്നത് വേറെ രീതിയിലോട്ടായിരിക്കും. അപ്പോൾ ഇതാണ് എന്ത് ലീഡർ ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത്. അതായത് പല പല ലീഡേഴ്സ് ഉണ്ട്, അതെങ്ങനെ ആ ഒരു കൾച്ചറുമായിട്ട് ഇമ്പാക്ട് ചെയ്യണം. അതിൽ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ലീഡേഴ്സ് ഉണ്ടാവുമല്ലോ, ഈ ഒരു എംപ്ലോയീസിനെ പുതിയതായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചേഞ്ച്, കൾച്ചറിൻ്റെ ബേസ് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ അയാൾ റെഡിയാണ്. അതുപോലെ തന്നെ എംപ്ലോയീസ് നല്ല മോട്ടിവേറ്റ് ചെയ്യും. എന്തിന് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാൻ മോട്ടിവേറ്റ് ചെയ്യുന്നു, നല്ല രീതിക്ക് മോട്ടിവേറ്റ് ചെയ്യും ഈ ഒരു ലീഡർ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനുണ്ടെങ്കിൽ ഒരു കമ്പനിയിലോട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എംപ്ലോയീസ് പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. അതാണ് എന്തൊരു ലീഡർ, ഈ ഒരു ലീഡർ ട്രാൻസ്ഫോർമേഷണൽ ലീഡർ എന്ന് പറയുന്നത്. രണ്ടാമതൊരു ലീഡർഷിപ്പ് കൾച്ചർ എന്ന് പറയുന്നത് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പാണ്. അതായത് ഇവിടുത്തെ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഫുൾ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉള്ള ഒരു ലീഡറായിരിക്കും. ഒരു എക്സാമ്പിൾ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിലുള്ള ഒരു ജോലി, ഒരു ഗോൾ അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുന്നു, ഫലപ്രദമായിട്ടുള്ളൊരു ബോണസ് ആ ഒരു എംപ്ലോയിക്ക് കൊടുക്കും. മറിച്ച് അദ്ദേഹം അത് പൂർത്തിയാക്കാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പണിഷ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ ഇവിടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു ലീഡറാണ് ആര്, ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെർവൻറ്റ് ലീഡർഷിപ്പാണ്. അതായത് ഇവിടെ എന്താണ്, ഒരു ലീഡർ എന്ത് ചെയ്യുന്നു, ആ ഒരു എംപ്ലോയിൻ്റെ ഇമോഷൻസൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനൊരു ബാക്ക് സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ അതെങ്ങനെ കൾച്ചറിൽ സ്വാധീനിക്കപ്പെടുന്നതെന്ന് പറയുമ്പോൾ നല്ലൊരു കൊളാബറേഷൻ ഉണ്ടാക്കും. അതായത് ആ ലീഡറും എംപ്ലോയിയും തമ്മിൽ നല്ല കൊളാബറേഷൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഈ ഒരു എംപ്ലോയിക്ക് ഫുൾ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ പീസ് ആയിട്ടുള്ള അന്തരീക്ഷമായിരിക്കും. കാരണം ലീഡർ നന്നാവുകയാണെങ്കിൽ തന്നെ എന്താണ് ആൾക്കെല്ലാം ഓപ്പണായിട്ട് പറയുമ്പോൾ ഒരു സമാധാനം കിട്ടും. പിന്നെ ഈ ഒരു ലീഡർ എന്ത് ചെയ്യുന്നു, അത് ഓരോ എംപ്ലോയീസിന് വെൽബീങ് ഇവർ നല്ല രീതിക്കാണ് ഇപ്പോൾ ഉള്ളത്, ഓരോ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ സെർവൻറ്റ് ലീഡർഷിപ്പ് കൾച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു കർശനായിട്ടുള്ള ഒരു ലീഡർ ആയിരിക്കും. അതായത് ഫുൾ സ്ട്രിക്റ്റ് റൂൾസൊക്കെ ഉള്ള ഒരു നേതാവാണ്. അപ്പോൾ അത് കൾച്ചറിൽ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഫുൾ ഡിസിപ്ലിൻ ആയിരിക്കും. അതായത് എംപ്ലോയീസിനോടൊക്കെ ഫുൾ ഡിസിപ്ലിൻ ആയിരിക്കും. പിന്നെ എംപ്ലോയീസിനൊക്കെ ലോ മൊറാലായിരിക്കും ഉണ്ടായിരിക്കുക. ലാസ്റ്റ് വൺ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പാണ്. അതായത് ഇവിടെ എന്താണ്, ഒരു ടീം, അതായത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യാം. അതാണ് എന്ത് ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അത് കാരണം എന്താ, ഒരു ഷെയറിങ് ഉണ്ടാകുന്നു, എല്ലാവരുമായിട്ട് ഒരു കൊളാബറേഷൻ ഉണ്ടാകുന്നു. പിന്നെ എല്ലാവർക്കും കൂടി ഷെയറിങ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുകയാണ്. പിന്നെ എല്ലാവർക്കും പങ്കെടുക്കാനുള്ളൊരു അവസരം കിട്ടുകയാണ്. അപ്പോൾ ഇതാണ് എന്ത് ലീഡർ ആൻഡ് കൾച്ചറിൽ വരുന്ന ഇമ്പാക്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ലീഡർഷിപ്പുകളും. നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്രൈസിസ് ലീഡർഷിപ്പ്. ആ ക്രൈസിസ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓർഗനൈസേഷനിലോ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു ക്രൈസിസ്, ഒരു എന്തെങ്കിലും അപകട സൂചന ഉള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഈ ഒരു ലീഡർ എന്ത് ചെയ്യുന്നു, വളരെ കാര്യക്ഷമമായിട്ട് നല്ലൊരു ധൈര്യം സംഭരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയൊക്കെ എടുത്തുകൊണ്ട് ഒരു നല്ലൊരു ലീഡറേക്കാണ് നയിച്ചുകൊണ്ട് ആ ഒരു പ്രോബ്ലത്തിനെ അയാൾ സോൾവ് ചെയ്യുക. അത് സോൾവ് ചെയ്തിട്ട് ആ ഒരു ഓർഗനൈസേഷനിലാണെങ്കിലും അല്ലെങ്കിൽ ആ സമൂഹത്തിനാണെങ്കിലും പഴയതുപോലെ തന്നെ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. അതിനെയാണ് എന്ത് ക്രൈസിസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു മോശമായ സിറ്റുവേഷനിലാണ് ഒരു ലീഡർ അദ്ദേഹത്തിൻ്റെ കഴിവുകളും സ്കില്ലുകളും ഒക്കെ പുറത്തെടുക്കേണ്ടത്. അതിനെയാണ് ക്രൈസിസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഇൻ്റർ കൾച്ചറൽ ലീഡർഷിപ്പാണ്. അതായത് ഒരു ലീഡർ എന്ന് പറയുമ്പോൾ മറ്റുള്ള കൾച്ചറിൽ പെട്ടിട്ടുള്ള വ്യക്തികളുണ്ടാകും. അതായത് ഇപ്പോൾ കൾച്ചർ എന്ന് പറയുമ്പോൾ മേ ബി ലാംഗ്വേജിൻ്റെ ഡിഫറൻസ് ഉണ്ടാകും, അതുപോലെ തന്നെ വിശ്വാസങ്ങളുടെ, മൂല്യങ്ങളുടെ, മതം, അങ്ങനെ പല പല ഡിഫറൻസ് ഉള്ള വ്യക്തികളുണ്ടാകും. പല നാട്ടിൽ നിന്നുള്ളവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാവരെയും ഒരുമിപ്പിച്ചിട്ട് അവരോട് നല്ല രീതിക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്തെടുക്കാം. അതൊരു നല്ല ലീഡറിൻ്റെ കഴിവാണ്. കാരണം അവരെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ വിശ്വാസങ്ങളൊക്കെ വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവരെ കൂടെ കൂടിയിട്ട് ആ ഒരു ഓർഗനൈസേഷനിലെ ഗോൾസുകളൊക്കെ അച്ചീവ് ചെയ്തെടുക്കാം. അതിനാണ് എൻ്റെ ഇൻ്റർ കൾച്ചറൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ്.
അതായത് ഇപ്പോൾ എല്ലാ ബിസിനസ്സുകളിലും ഇപ്പോൾ ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, കമ്പനി ആയിക്കോട്ടെ, ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവിടെ ഒരു ലീഡർ ഉണ്ടാവും നിർബന്ധമാണ്. അത് മാത്രമല്ല, ഒരു ലീഡർ ഉണ്ടാവേണ്ടതും നിർബന്ധമാണ്. അപ്പോൾ ഒരു ലീഡറിനെ ഡെവലപ്പ് ചെയ്യുക, അതായത് മെച്ചപ്പെടുത്തുക. കാരണം എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു ബിസിനസ്സിനെ നയിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അയാളുടെ സ്കില്ലുകൾ, അയാളുടെ ചിന്താശേഷികൾ, അയാളുടെ പേഴ്സണാലിറ്റീസ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു ബിസിനസ്സിന് തന്നെ ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രാറ്റജീസ്, അതായത് ലീഡറിന് അതിൻ്റെ ശക്തികൾ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നല്ലൊരു മേക്ക് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രാറ്റജീസുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ട്രെയിനിങ്. അതായത് ഇപ്പോൾ കമ്പനിക്കാരെന്താ ട്രെയിനിങ് കൊടുക്കാം, അതായത് അയാൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ്ങുകൾ, പല പല ക്ലാസ്സുകൾ, മോട്ടിവേഷൻ ക്ലാസ്, അങ്ങനെ ട്രെയിനിങ് കൊടുക്കാം. രണ്ടാമത്തെ മെൻറ്ററിങ്, അതായത് സീനിയേഴ്സ് ആയിട്ടുള്ള ഈ കമ്പനിയിലെ നേതാക്കൾ ഉണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യുക, അവരുടെ ജൂനിയേഴ്സിന്, ഇനി ലീഡർ ആവാൻ പോകുന്ന വ്യക്തികൾക്ക് അയാളുടെ അനുഭവങ്ങളും എക്സ്പീരിയൻസും, എങ്ങനെയായിരിക്കും ലീഡറിൻ്റെ ശരിക്കുള്ള സ്കില്ലുകൾ എന്തൊക്കെ ഉണ്ടാവണം, അതിനെ പറ്റിയുള്ള ക്ലാസ്സുകളും ഒക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. തേർഡ് വൺ, കോച്ചിങ്. അതായത് ലീഡർ ആവാനുള്ള കാര്യങ്ങൾ കോച്ചിങ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ ഇങ്ങനെ സ്കില്ല് ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ, നമ്മളെ തന്നെ മനസ്സിലാക്കിയാൽ നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക, അങ്ങനെ കോച്ച് ചെയ്ത് കൊടുക്കുക, കോച്ചിങ് ക്ലാസ് കൊടുക്കുക. നെക്സ്റ്റ്, സെൽഫ് അവെയർനെസ് പ്രോഗ്രാം. അതായത് ഒരാളെ തന്നെ വിലയിരുത്താനുള്ള ഒരു പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യാം. ഇപ്പോൾ അയാളെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അയാൾ എന്താണ്, അയാളെ ഫീഡ്ബാക്ക്, അയാളെന്നെ ഒന്ന് വിലയിരുത്തുക, അങ്ങനത്തെ ഒക്കെ ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു. ആ ഒരു ലീഡർഷിപ്പ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് എഫക്റ്റീവ് ലീഡർഷിപ്പ്. ഒരു എഫക്റ്റീവായിട്ട് ലീഡർഷിപ്പ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുക? അത് പേസ് മോഡൽ വെച്ചിട്ടാണ്. പേസ് മോഡൽ പറയുമ്പോൾ പി എന്ന് പറഞ്ഞാൽ പിക്ക് പറയുമ്പോൾ ആ ലീഡറിന് ഏത് കാര്യത്തിലാണോ കൂടുതൽ സ്കില്ല് വേണ്ടത് അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരു എക്സാമ്പിൾ, അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേഷനിലാണ് കൂടുതൽ സ്കില്ല് വേണ്ടത്, അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. രണ്ടാമത് അപ്രൈസ്, അതായത് മറ്റുള്ളവരെ അറിയിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മീറ്റിംഗ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ പോരായ്മ എന്താണ്, അതായത് ഞാൻ ഒരു ലീഡറാണ്, അപ്പോൾ അതിൽ എനിക്ക് എന്തൊക്കെ നെഗറ്റീവുകളായിട്ടുള്ള കാര്യങ്ങളുണ്ട്, എന്തൊക്കെ വിട്ടുപോകുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മറ്റുള്ള വ്യക്തികളോട് ചോദിച്ചിട്ട് നമ്മളെ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാം. ദെൻ തേർഡ് വൺ, കളക്റ്റ്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു മീറ്റിങ്ങിൽ പോവാണ്, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു അവരുടെ ആ വ്യക്തിയോട് ചോദിക്കുക. ഏകദേശം അപ്രൈസൽ പോലെ തന്നെയാണ്. അതായത് എൻ്റെ പോരായ്മ എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുക. അത് ലീഡറിൻ്റെ ഒരു മെയിൻ ക്വാളിറ്റി ഇല്ലായ്മ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു. ദെൻ എലിസിറ്റ് പറയുമ്പോൾ ഫീഡ്ബാക്ക്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഫസ്റ്റ് അദ്ദേഹത്തിന് എന്തൊക്കെ പോരായ്മകളുണ്ട് മനസ്സിലാക്കിയിട്ട് അതൊക്കെ അയാൾ നികത്തി കൊണ്ടുവരികയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, എലിസിറ്റ് എന്ന് പറഞ്ഞ സ്റ്റേജിൽ ആ ഒരു മോഡലിൽ ആ ഒരു എംപ്ലോയീസിനോട് ചോദിക്കുകയാണ്. കാരണം ഇത്രയും കാര്യങ്ങൾ അയാൾ പോരായ്മകൾ മനസ്സിലാക്കിയിട്ട് അത് നികത്തി കഴിഞ്ഞാൽ അയാൾ ചോദിക്കുകയാണ്, ഇപ്പോൾ എൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ശരിയാ അല്ലെങ്കിൽ മെച്ചപ്പെട്ടോ എന്ന് അവരോട് ചോദിക്കണം. അപ്പോൾ ഇതാണ് പേസ് മോഡൽ. അതുപോലെ തന്നെ ഒരു ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. നെക്സ്റ്റ് ടോപ്പിക്ക്, സക്സഷൻ പ്ലാനിങ്. അതായത് ഒരു സ്ഥാപനത്തിലോട്ട് ഇപ്പോൾ ഒരു പൊസിഷൻ ഉണ്ടാവുമല്ലോ, ആ ഒരു പൊസിഷൻ ഇപ്പോൾ സമയം ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിനെ അവിടെ കൊടുന്നിട്ട് ആ ഒരു പൊസിഷൻ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് സക്സഷൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മാനേജറിൻ്റെ ഒരു ഓർഗനൈസേഷനിൽ കുറേ എംപ്ലോയീസും അസിസ്റ്റൻറ്റ് മാനേജറും CEO ഇങ്ങനെ പല പൊസിഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മാനേജറിൻ്റെ പൊസിഷൻ, ആ ഒരു മാനേജർ എന്തെങ്കിലും കാരണവശാൽ ഒന്നുകിൽ റിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോവുക ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷൻ അവിടെ പിന്നെ ആരും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അതായത് ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പൊസിഷനിലോട്ട് അർഹനായിട്ടുള്ള ആ ഒരു പൊസിഷൻ അവിടെ കാലിയാവുന്ന സമയത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ആ ഒരു പൊസിഷനിൽ ഇരിക്കാൻ അർഹതയുള്ള യോഗ്യനായിട്ടുള്ള ഒരു റൈറ്റ് ആയിട്ടുള്ള പേഴ്സണെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഫിറ്റ് ചെയ്യണം. അതായത് നമ്മളോടൊക്കെ റിക്രൂട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷനെ ഫ്യൂച്ചറിലോട്ടും കൊണ്ടുപോവുക, അതായത് അതിലൊരു തടസ്സങ്ങളും ഇല്ലാതെ അത് നല്ല രീതിയിലോട്ട് കൊണ്ടുപോവുക എന്ന സക്സഷൻ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നെക്സ്റ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ്. അതിൽ ഫസ്റ്റ് വൺ കരസ്മറ്റിക് ലീഡർഷിപ്പ്. ഈ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസിനെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. അതായത് ഈ ലീഡർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി കൊണ്ടും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ കൊണ്ടും ഈ ഒരു എംപ്ലോയീസൊക്കെ അദ്ദേഹത്തോട് പെട്ടെന്ന് അട്രാക്റ്റീവ് ആകും. അതുപോലെ തന്നെ നല്ലൊരു മോട്ടിവേറ്റോട് കൂടിയിട്ട് നല്ല പേഴ്സണാലിറ്റിയോട് കൂടിയിട്ട് എംപ്ലോയീസിനെ നയിച്ചു കൊണ്ടുപോകുന്ന ലീഡർഷിപ്പ് സ്റ്റൈലാണ് കരിസ്മറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലീഡർഷിപ്പാണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്. ഇവിടെ പറയുമ്പോൾ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടാകും. അതായത് ഒരു എംപ്ലോയി ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു മോട്ടിവേഷൻ, ഒരു ബോണസ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് കൂട്ടിക്കൊടുക്കുക ചെയ്യും. പക്ഷെ മറിച്ച് ആ ഒരു എംപ്ലോയി ആ ഒരു ഗോൾ അച്ചീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പണിഷ്മെൻറ്റ്, ശിക്ഷ ആ ഒരു എംപ്ലോയിക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചട്ടമുള്ളൊരു ലീഡർഷിപ്പാണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ അതായത് ഇവിടുത്തെ ലീഡേഴ്സ് എന്ന് പറയുന്നത് എംപ്ലോയീസിനെ പുതുതായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ കമ്പനിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കും. അതായത് എംപ്ലോയീസിനെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ ആശയങ്ങൾ കൂടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു, അവരെല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുക, അതിനനുസരിച്ചുള്ള മോട്ടിവേഷൻസും എന്ത് ചെയ്യുന്നു ഈ ലീഡേഴ്സ് എംപ്ലോയീസിന് കൊടുക്കുന്നു. അപ്പോൾ അതാണ് ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒതൻറ്റിക് ലീഡർഷിപ്പാണ്. അതായത് സത്യസന്ധതയുള്ള ഒരു ലീഡർ ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ തൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും പിഴവുകൾ ആ ഒരു കമ്പനിക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തൻ്റെ കയ്യിൽ നിന്നാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണ മനസ്സോടെ അത് അയാൾ സ്വീകരിക്കാൻ റെഡിയാണ്. കാരണം അയാൾ പറയും ഇത് എൻ്റെ കയ്യിൽ നിന്നാണ്. സത്യസന്ധതയുള്ള ഒരു ലീഡർ ആയിരിക്കും ഒതൻറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എത്തിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള ലീഡർഷിപ്പ് ആയിരിക്കും. അതായത് അഴിമതിയൊന്നും ഇല്ലാതെ സത്യസന്ധമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ലീഡർഷിപ്പ് ആയിരിക്കും. നെക്സ്റ്റ് സെർവൻറ്റ് ലീഡർഷിപ്പ്. ഈ ഒരു ലീഡർ എന്ന് പറയുമ്പോൾ എംപ്ലോയീസിൻ്റെ ഇമോഷൻസൊക്കെ നല്ല മനസ്സിലാക്കിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന തരം ലീഡേഴ്സാണ് സെർവൻറ്റ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് എംപ്ലോയീസിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതായിരിക്കും അവർ ഫസ്റ്റ് പരിഹരിക്കുക, എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് അവർ ഇടപെടാന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ്. ഇത്രയും ലീഡേഴ്സാണ് ഉള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഫോളോവർഷിപ്പ്. അതായത് ഒരു ലീഡറിനെ അദ്ദേഹത്തിൻ്റെ പങ്കാളികൾ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കുക. അപ്പോൾ നല്ലൊരു ഫോളോവർഷിപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു ലീഡർ എന്താണോ പറയണത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ അതിനനുസരിച്ച് അദ്ദേഹം എന്താണോ പറയണത് അത് നല്ല രീതിയിലോട്ട് ചെയ്ത് ഫുള്ളാക്കുമ്പോഴാണ് ഒരു ഫോളോവർഷിപ്പ്, അതായത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഫോളോവർഷിപ്പ് ഉണ്ടാവുന്നത്. ലീഡർ എന്ത് കാര്യം പറയുന്നോ അത് അദ്ദേഹത്തിൻ്റെ പങ്കാളികൾ അതായത് എംപ്ലോയീസ് നല്ല രീതിയിലോട്ട് ഫുൾഫില്ല് ചെയ്യുമ്പോഴാണ് ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഫോളോവർഷിപ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ ഫോളോവർഷിപ്പ് എന്ന് പറയുമ്പോൾ ഈ ലീഡർ എന്ത് പറയുന്നോ അതിനെ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പങ്കാളികൾ അത് ചെയ്തു തീർക്കുക. അപ്പോൾ ഇതാണ് ഫോളോവർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഫോളോവർഷിപ്പിൽ ഒന്നാമതാണ് അലൈനേറ്റഡ്. അതായത് ഇവിടെ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും അത് ആ ഒരു എംപ്ലോയിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലീഡർ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും അദ്ദേഹം കേൾക്കാതിരിക്കുക, അതുപോലെ തന്നെ ടീം വർക്കിലൊന്നും സജീവമല്ലാതിരിക്കുക, അതുപോലെ തന്നെ അയാളുടെ ലീഡറിൻ്റെ അടുത്ത് തീരെ സന്തോഷമില്ലാതെയും ഒക്കെ ഒരു വേറെ തരം ക്യാരക്ടർ, ഒന്നിലൊരു സന്തോഷമില്ലാതെയും പീസ്ഫുൾ ആവാത്തൊരു ഫോളോവർ. അപ്പോൾ അതിന് അലൈനേറ്റഡ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലീഡർ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്തയെ ഇയാൾ വിമർശിക്കുകയും ചെയ്യുക. എന്നാൽ ഇവർ ചെയ്യുന്ന ആ ഒരു ടീം വർക്കിൽ ഈ ഒരു എംപ്ലോയി ഒരു ഫോളോവർ അധികം ആക്റ്റീവ് അല്ലാതിരിക്കുക. അപ്പോൾ അതിനാണ് അലൈനേറ്റഡ് ഫോളോവർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എക്സംപ്ലറി ഫോളോവേഴ്സാണ്. അതായത് ഇവിടെ ലീഡർ എന്ത് പറയുന്നോ അതിനൊക്കെ ഇവർ പിന്തുണയ്ക്കും. അതായത് ലീഡർ എന്ത് പറയുന്നോ ശരിയായ കാര്യങ്ങളൊക്കെ ഇവർ പിന്തുണയ്ക്കുകയും ചെയ്യും. എന്നാൽ ലീഡർ പറയുന്നത് ശരിയല്ലാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശരിയാക്കി കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ലീഡർ പറയുന്ന കാര്യങ്ങളൊക്കെ അത് മികച്ചമായ രീതിയിലോട്ട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ ശരിയാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഒരു ടീം ബോണ്ട് ഉണ്ട് അവിടെ. അതാണ് എക്സംപ്ലറി ആയിട്ടുള്ള ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാസീവ് ഫോളോവർ. ഇവരെങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഇവർ ഇപ്പോൾ ഒരു ലീഡർ എന്തെങ്കിലും ജോലി എടുക്കുമ്പോൾ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് മുൻനിർത്തി എല്ലാ ജോലികളും ചെയ്ത് തീർക്കും. പക്ഷേ ഒരു ജോലിൻ്റെ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇവർ ഭയങ്കര മടിയന്മാരായിരിക്കും. കാരണം ഇവർക്ക് അതിലൊന്നും താല്പര്യമില്ല. ജോലിൻ്റെ ഭാരങ്ങൾ, അതിൻ്റെ ഏറ്റവും ഭാരങ്ങൾ ഇവർക്ക് ചുമന്ന് വെക്കാന്നുള്ളത് അതിൽ താല്പര്യമില്ല. മറിച്ച് ജോലി ചെയ്യാൻ പറഞ്ഞില്ല അവർക്കൊരു കുഴപ്പമില്ല, അതെല്ലാം ചെയ്ത് തീർക്കും. പക്ഷെ ആ ഒരു ജോലിൻ്റെ ചുമതലകൾ ഇവർക്ക് ചെയ്ത് തീർക്കണ ഇഷ്ടമല്ല. അതിലൊക്കെ ഇവർ ഒഴിഞ്ഞു മാറും. പക്ഷെ ചെയ്യാൻ പറയുന്ന ജോലി വ്യക്തമായി ചെയ്യുകയും ചെയ്യും.
നെക്സ്റ്റ് കൺഫോമിസ്റ്റ് ഫോളോവർ. ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഈ ഒരു ലീഡർ എന്ത് പൊട്ടത്തരം പറഞ്ഞോട്ടെ, എന്ത് ഡിസിഷൻസ് പറഞ്ഞോട്ടെ അതൊക്കെ യെസ് എന്ന് പറഞ്ഞുകൊണ്ട് മൂളിപ്പോകുന്ന ഒരുതരം എംപ്ലോയി. അതായത് ഇവിടെ ആ ഒരു ലീഡർ എന്താണ് പറയണത് എന്നുള്ളതിൽ നെഗറ്റീവ് ഒന്നും ചിന്തിക്കാതെ എന്ത് പറയുന്നോ അത് അതേപോലെ ചെയ്തു തീർക്കുന്ന ഒരുതരം എംപ്ലോയിനെയാണ് എന്തെന്ന് പറയുന്നത്, കൺഫോമിസ്റ്റ് ഫോളോവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രാഗ്മാറ്റിസ്റ്റ് ഫോളോവർ. അതായത് ഇപ്പോൾ ചേഞ്ചുകളൊക്കെ അംഗീകരിക്കുന്ന ഒരു എംപ്ലോയി, എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ പെട്ടെന്ന് വരികയെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് അംഗീകരിക്കാൻ റെഡി ആകുന്ന ഒരു എംപ്ലോയി ആണ്. അതുമാത്രമല്ല ഇത്തരം എംപ്ലോയീസുകൾക്ക് ഈ ഹൈ റിസ്കുകളൊന്നും ഏറ്റെടുക്കാൻ അങ്ങനെ തയ്യാറാവില്ല, പക്ഷേ വർക്കുകളൊക്കെ അതേപോലെ ചെയ്തു തീർക്കും. അപ്പോൾ ഇവരാണ് എന്ത് പ്രാഗ്മാറ്റിസ്റ്റിക് ഫോളോവേഴ്സ്. അപ്പോൾ ഇത്രയും 5 ടൈപ്സ് ഫോളോവേഴ്ഷിപ്പാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമ്മുടെ 4th മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.